തീർച്ചയായും എല്ലാവരും എക്സിറ്റ് പോളിലേക്ക് തന്നെയാണ് നോക്കുന്നത്. ആദ്യ പല എക്സിറ്റ് പോളിന്റെ എന്തെല്ലാം തരത്തിലുള്ള സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത് എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോൺഗ്രസ് എന്തുകൊണ്ട് പെട്ടെന്ന് അവസാന നിമിഷം ഈ ഒരു നിലപാട് മാറ്റി, അല്ലെങ്കിൽ എക്സിറ്റ് പോൾ ചർച്ചകളിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചു എന്നുള്ളതാണ്. അത് കോൺഗ്രസ് അല്ല തീരുമാനിച്ചത്, ഇന്ത്യ സഖ്യമാണ് തീരുമാനിച്ചത് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഇന്നലെ പവൻ ഖേരയാണ് ഔദ്യോഗികമായിട്ട് ഞങ്ങൾ കോൺഗ്രസ് പങ്കെടുക്കില്ല എന്നുള്ള തീരുമാനിച്ചത്. പക്ഷെ അതിനോട് സഖ്യകക്ഷികൾ പലർക്കും എതിർപ്പുണ്ടായിരുന്നു. നിങ്ങളുടെ അഭിപ്രായം പറയാൻ ഒരു വേദിയാണ്, നിങ്ങളുടെ ഭാഗം എടുത്തു പറയാനുള്ള ഒരു വേദി കളയരുത് എന്നുള്ളൊരു നിലപാടിലേക്ക് ഇന്ത്യ സഖ്യത്തിന് തന്നെ കക്ഷികൾ നിർബന്ധപൂർവ്വം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നിലപാട് മാറ്റം ഉണ്ടായിരിക്കുന്നത്. അതേസമയം അവർ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുമുണ്ട്. ഈ പറഞ്ഞ പോലെ ദക്ഷിണേന്ത്യയിൽ നിന്നും വലിയ തോതിൽ സീറ്റുകൾ ലഭിക്കും എന്നുള്ളത് തന്നെയാണ് അവരുടെ വിലയിരുത്തൽ. മഹാരാഷ്ട്രയിലും അതുപോലെ തന്നെ ബീഹാറിലും രണ്ട് സ്വിംഗ് സ്റ്റേറ്റുകളാണ് ഇത് രണ്ടും. 48-40 ഈ രണ്ടിടത്തും വലിയ തോതിൽ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ള ഒരു സൂചന നൽകുന്നു. തേജസ്വി യാദവ്, അദ്ദേഹത്തിന് അസുഖമാണ്, അദ്ദേഹം ചികിത്സയിലാണ്, അദ്ദേഹത്തിന് ബാക്ക് പ്രോബ്ലം ഉണ്ട്. എന്നിട്ട് പോലും അദ്ദേഹം വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് പറ്റ്നയിൽ നിന്നും ഡൽഹിയിൽ എത്തുകയും ഈ യോഗത്തിൽ പങ്കെടുക്കുകയും തന്റെ ആത്മവിശ്വാസം വളരെ വ്യക്തമായി അദ്ദേഹം ഇന്ത്യ സഖ്യത്തിന്റെ യോഗത്തിൽ പറയുകയും ചെയ്തു. വിചാരിക്കുന്നത് പോലെയല്ല, വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ബീഹാറിൽ എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ. അതുപോലെ തന്നെയാണ് മഹാരാഷ്ട്രയിലെയും ഈ സ്ഥിതിഗതികൾ എന്നുള്ള ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ എക്സിറ്റ് പോൾ ചർച്ചകളിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ അവിടെയും NDA തങ്ങളുടെ നിലപാട് മാറ്റാൻ തയ്യാറാകുന്നില്ല. ബീഹാറിൽ ഞങ്ങൾക്ക് അപ്രമാദിത്വം ഉണ്ടാകുമെന്ന് തന്നെയാണ് അവരുടെ വിലയിരുത്തൽ. 6ാം ഘട്ട വോട്ടെടുപ്പ്, അതായത് ഇന്ന് നടന്നതിന് തൊട്ട് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ വനിതകളുടെ പോളിംഗ് വലിയ തോതിൽ കൂടിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. 65% വരെയാണ് ഏകദേശം 7 മണ്ഡലങ്ങളിൽ പോളിംഗ് നടന്നിരിക്കുന്നത്. അത് NDAക്ക് അനുകൂലമായിട്ടാണ്, അല്ലെങ്കിൽ നിതീഷ് കുമാറിന് അനുകൂലമായിട്ടാണ് എന്നുള്ള ഒരു വിലയിരുത്തൽ NDAക്കുണ്ട്. അതുകൊണ്ട് തന്നെ 40-ൽ 39 വരെ NDAക്ക് നേടാൻ കഴിയും ബീഹാറിൽ എന്നുള്ളൊരു വിലയിരുത്തലാണ് NDA സഖ്യം മുന്നോട്ട് വെക്കുന്നത്. അതേസമയം മഹാരാഷ്ട്രയിൽ എത്തുമ്പോൾ സ്ഥിതിഗതികൾ മാറുന്നു. നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത പോലെ തന്നെ അവിടെ നഷ്ടപ്പെടുന്നത് BJPക്കല്ല, പക്ഷേ BJPയോടൊപ്പമുള്ള ഏകനാഥ് ഷിൻഡെയുടെ ശിവസേനയ്ക്കും അജിത് പവാറിന്റെ NCPക്കുമാണ് എന്നുള്ളതാണ്. ആ സീറ്റുകളൊക്കെ നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യതയാണ് മഹാരാഷ്ട്രയിലുള്ളത്. ഏതായാലും അല്പസമയത്തിനകം ഈ വോട്ടെടുപ്പ് എക്സിറ്റ് പോളുമായി ബന്ധപ്പെട്ട സൂചനകൾ വരുമ്പോൾ മറ്റൊരു സംസ്ഥാനം കൂടി വളരെ ശ്രദ്ധേയമാകുന്നത് ഉത്തർപ്രദേശാണ്. കഴിഞ്ഞ തവണ ലഭിച്ച 62 സീറ്റുകൾ 2 സീറ്റുകൾ അപ്നാദളിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ആ 2 സീറ്റുകൾ, അതായത് 64 സീറ്റ് നിലനിർത്താൻ കഴിയുമോ എന്നുള്ളതാണ്. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത, കഴിഞ്ഞ തവണ BJP ജയിച്ച 62 സീറ്റുകളിലും 50%-ലധികം വോട്ടുകൾ നേടിയാണ് അവർ ജയിച്ചത് എന്നുള്ള വസ്തുത നമ്മൾ കാണാതിരിക്കരുത്. അതായത് 10%-ഓ 15%-ഓ വോട്ട് കുറഞ്ഞാലും BJPക്ക് 55 സീറ്റുകൾ വരെ ലഭിക്കാനുള്ള ഒരു സാധ്യത ഉത്തർപ്രദേശിലുണ്ട്.